Hey my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. ഡീറ്റെയിൽഡ് റീഡിംഗ് ആണ്. നിങ്ങൾ ചില സിറ്റുവേഷന് ചില റിലേഷൻഷിപ്പ് ആയിരിക്കാം ഓർ നിങ്ങളുടെ ലൈഫിലെ ചില സിറ്റുവേഷനിൽ നിങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ അവിടുന്ന് മൂവ് ഓൺ ചെയ്യുന്നതാണോ ബെറ്റർ എന്നാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. ആസ് യൂഷ്വൽ നിങ്ങൾക്ക് ഇവിടെ 3 ഗ്രൂപ്പ്സ് കാണാൻ സാധിക്കും. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. സോ ഏത് ഗ്രൂപ്പിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിൽ ആലോചിക്കുക. അതിൽ കൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ഏത് ഗ്രൂപ്പിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് സെലക്ട് ചെയ്യുക. So select your group, then we can start. Alright, let's start with group number 1. Hello group number 1. So should wait or move on. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ വെയിറ്റ് ചെയ്യണോ ഓർ മൂവ് ഓൺ ചെയ്യണോ എന്നുള്ളത് നോക്കാം. സോ ഇത് പ്രോബബ്ലി നിങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ചില പ്രൊജക്റ്റ് ആയിരിക്കാം, കമ്മിറ്റ് ചെയ്തിട്ടുള്ള ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ടുള്ള ഈ ഒരു സമയത്ത് നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം, ഓർ നിങ്ങൾ സീരിയസ് ആയിട്ട് ഒരു ടൈപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, സീരിയസ് ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം, വ്യക്തികളോ റിലേഷൻഷിപ്പോ ഓർ എന്തെങ്കിലും കൈൻഡ് ഓഫ് പാർട്ട്ണർഷിപ്പ്, കമ്മിറ്റ്മെന്റ്സ്. ലെറ്റ്സ് സീ നിങ്ങൾ വെയിറ്റ് ചെയ്യണോ ഓർ മൂവ് ഓൺ ചെയ്യണോ. ഓക്കെ, സി ഈ ഒരു സിറ്റുവേഷൻ ഇപ്പൊ നിങ്ങൾ പോകുന്ന എന്തവസ്ഥയാണോ അതിൽ നിങ്ങളൊരു തേർഡ് പേഴ്സൺ ആയിട്ട് നിങ്ങൾ ആ ഒരു സിറ്റുവേഷന് പുറമെ നിന്ന് നിങ്ങൾ പോകുന്ന ഒരു എക്സ്പീരിയൻസ് കാണുന്നത് നല്ലതായിരിക്കാം. കാരണം നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് ഒരു ഡിസ്റ്റൻസ് ആ ഒരു സിറ്റുവേഷന് നിങ്ങൾ എന്ത് അവസ്ഥയിൽ കൂടെയാണോ പോകുന്നത് അത് മനസ്സിലാക്കാൻ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസ് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഓർ നിങ്ങൾ എന്താണോ ഈ ഒരു സിറ്റുവേഷനിൽ, കാരണം ഈ ഒരു സിറ്റുവേഷൻ ഡെഫിനറ്റ്ലി നിങ്ങളെ കുറച്ച് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കണം, ഡിസ്ട്രാക്ട് ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കണം. ചില സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഗട്ട് ഫീലിംഗ്സ് ഈ ഒരു സിറ്റുവേഷനിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓർ നിങ്ങൾക്ക് ഇതിലുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഗട്ട് ഫീലിംഗ്സ് ഓൾറെഡി തന്നിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഓൾറെഡി തന്നിട്ടുണ്ടായിരിക്കണം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, എന്ത് ആക്ഷൻ ആണ് നിങ്ങൾ എടുക്കേണ്ടതെന്നുള്ളത്. പക്ഷെ അതിലായിരിക്കും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഒരു ആൻസർ അറിയാം, ബട്ട് സ്റ്റിൽ അതിലായിരിക്കും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ഒരു റിയാലിറ്റിയിലെ ഒരു സിറ്റുവേഷനും നിങ്ങളുടെ ഇൻറ്റ്യൂഷനും നിങ്ങളുടെ ഒരു ഗട്ട് ഫീലിംഗ്സ് പറയുന്ന ആ ഒരു കാര്യം തമ്മിലുണ്ടാവുന്ന ഒരു ക്ലാഷസിലായിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ പോകുന്ന എക്സ്പീരിയൻസ് ഒരു വേറൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. ലെറ്റ്സ് സീ എന്താണ് ഇതിൽ നിങ്ങൾക്കുള്ള മെസ്സേജ്. നിങ്ങൾ ഇതിൽ വെയിറ്റ് ചെയ്യണോ, മൂവ് ഓൺ ചെയ്യണോ? What's the message for you? ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണോ ഓർ മൂവ് ഓൺ ചെയ്യണോ? സോ നിങ്ങൾ എന്താണോ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത് അതിൽ ചില കോൺഫ്ലിക്റ്റ് നിങ്ങൾ ഓൾറെഡി കാണുന്നുണ്ടായിരിക്കണം. ചില വ്യക്തികളുടെ ഇൻവോൾവ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ നോക്കുന്നത് അവിടെ വേറെ ആളുകളും അതേ കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതേ കാര്യത്തിന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരിക്കണം. സോ പ്രോബബ്ലി നിങ്ങൾ ഈ ഒരു സമയത്ത് വെയിറ്റ് ചെയ്യണോ മൂവ് ഓൺ ചെയ്യണോ എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്ലേസിൽ ഒരു കൈൻഡ് ഓഫ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. അതായിരിക്കും നിങ്ങൾക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നത്. ഒരു തേർഡ് പേഴ്സൺ ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിരിക്കാം. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എസ്പെഷ്യലി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ വേറെ, എസ്പെഷ്യലി അതൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൽ വേറെ ആളുകളൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സമയം എന്തൊക്കെ കാര്യങ്ങളാണോ നടക്കുന്നത് അതിൽ മേ ബി നിങ്ങൾ ഈ ഒരു സമയത്ത് ആക്ഷൻ എടുക്കേണ്ടതായിട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ആ ഒരു സ്റ്റേജ് ആയതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അതിലൊന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് മാറ്റം വരുത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഒന്ന് പുറമേ നിന്ന് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ നോക്കി കാണാൻ ശ്രമിക്കുക. ഇതിൽ ഗിവപ്പ് ചെയ്ത് പോവുക എന്നുള്ളതല്ല. കാരണം ഈ ഒരു സിറ്റുവേഷൻ ഇപ്പൊ നിങ്ങൾ മൂവ് ഓൺ ചെയ്താലും നിങ്ങൾ വീണ്ടും ഇതിലേക്ക് വരേണ്ടതായിട്ടുള്ള ചില അവസ്ഥ ഉണ്ടായിരിക്കാം, നിങ്ങൾ വീണ്ടും ഇത് ഡീൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് എന്ത് പ്രോസസ്സിലൂടെയാണോ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ലീഡ് ചെയ്യുന്നത് അത് നിങ്ങൾ
നിങ്ങളുടെ ഒരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് എടുക്കാതെ അതൊരു വേറൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത് തന്നെ കറങ്ങി തിരിഞ്ഞ് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇത് നിങ്ങളുടെ ഒരു ജോബ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര ഒരു ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം, മാറ്റങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പ്ലേസ് ആയിരിക്കാം നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചില കാര്യങ്ങള് ഒരു കോമ്പറ്റീഷൻ ആയിട്ട് നിങ്ങളെ എടുക്കാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരിക്കാം, ഓർ വേറെ ആളുകളും ഇതിൽ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കണം, വേറെ ആളുകളും ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കാം. സോ മേ ബി വേറെ ആളുകളെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനത്തെ ഒരു പ്ലേസിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. കാരണം ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളുടേതായിട്ടുള്ള ഒരു ആക്ഷൻസ് കൊണ്ടുവരേണ്ട ഒരു ടൈം അല്ല. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ആവുന്ന സമയത്ത്, കുറച്ചുകൂടെ മുന്നോട്ട് വരുന്ന സമയത്ത് ഇത് കറങ്ങിത്തിരിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജോബ് ഓർ നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ഇൻവോൾവ് ആയിട്ടുള്ളത് അതിലേക്ക് നിങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ടൈമോ നിങ്ങളുടെ എനർജിയോ നഷ്ടപ്പെടുത്താൻ നിങ്ങൾ പാടില്ല. ലെറ്റ്സ് സീ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ കേൾക്കേണ്ടത് നോക്കാം. ഷുഡ് വെയിറ്റ് ഓർ മൂവ് ഓൺ? ഓക്കെ, സോ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഡീൽ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഡീൽ ചെയ്യേണ്ട ചില സിറ്റുവേഷൻ ആയിരിക്കാം. കാരണം ഇത് നിങ്ങളുടെ ഒരു ഡെസ്റ്റിനി ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ഡീൽ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു പേർപ്പസ് ആയിരിക്കാം. എസ്പെഷ്യലി നിങ്ങളൊരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു പേർപ്പസ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഒരു പേർപ്പസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, സോ അത് നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഡീൽ ചെയ്യേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ആൻഡ് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഇത് എന്തെങ്കിലും കൈൻഡ് ഓഫ് തേർഡ് പാർട്ടി, അല്ലെങ്കിൽ നിങ്ങളൊരു തേർഡ് പേഴ്സൺ ആണ്, ഒരു സിറ്റുവേഷൻ ഒരു തേർഡ് പേഴ്സൺ ആണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടേത് ഒരു ട്രയാങ്കിൾ സിറ്റുവേഷൻ ആണ്, ഒരു ട്രയാങ്കിൾ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അത് നിങ്ങൾ ഒരുപാട് എഫക്ട് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ സെൽഫോ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റോ നിങ്ങളുടെ ടൈമോ നിങ്ങളുടെ എനർജിയോ എഫക്റ്റ് ആവുന്ന രീതിയിൽ, ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ലീഡ് ചെയ്യാതിരിക്കുക. ഈ ഒരു സമയത്ത് അത് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതല്ല, പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു ഗട്ട് ഫീലിംഗ്സ് എന്താണോ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളടുത്ത് ചെയ്യാൻ പറയുന്നത് അതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അത് പല ആളുകൾക്കും നിങ്ങൾ അതിന്റെ ഒരു ഫ്ലോയിൽ പോവുക എന്നുള്ളതാണ്, ഒരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അവിടെ നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല, നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷനും ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. ഓക്കെ, ചില ആളുകൾക്കുള്ള ഒരു മെസ്സേജ്, ഗ്രൂപ്പ് നമ്പർ 1 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വേറെന്തോ ഒരു കാര്യമായിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. ഇത് ഈവൻ നിങ്ങളുടെ ഒരു ജോബോ നിങ്ങളുടെ പാഷനോ എന്താണെന്നുണ്ടെങ്കിലും, ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പൊസിഷനിലേക്ക് നോക്കുന്നു, പക്ഷെ ആ ഒരു പൊസിഷനിൽ ഇപ്പം വേറെ ആരെങ്കിലും ആയിരിക്കാം നിൽക്കുന്നുണ്ടായിരിക്കുക, വേറെ ആരെങ്കിലും ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. അതിനർത്ഥം നിങ്ങൾക്ക് ഇനി അങ്ങനത്തെ ഒരു പ്ലേസിൽ വരാൻ സാധിക്കില്ല എന്നുള്ളതല്ല. നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് ആ ഒരു പൊസിഷനിൽ എന്ത് ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ വരാം. ഓക്കെ, ഈ ഒരു സമയത്ത് അവിടെയുള്ള ഒരു വ്യക്തിക്ക് മാറ്റങ്ങൾ സംഭവിക്കാം, ആ ഒരു പാറ്റേണിൽ മാറ്റങ്ങൾ സംഭവിക്കാം, അവിടുത്തെ സ്ഥാനങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കാം. ആൻഡ് അത് കറങ്ങി തിരിഞ്ഞ് നിങ്ങൾക്കൊരു അവസരമായിട്ട് വരാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. സോ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ടില്ല, പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ചില കാര്യങ്ങൾ അലോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്തിലേക്കാണോ ഫോക്കസ് ചെയ്യേണ്ടത് അതിൽ നിങ്ങൾ സന്തോഷമായിട്ട് കണക്ട് ചെയ്യുക. കാരണം ഇത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ഡെസ്റ്റിനിയാണ്. ഇത് കറങ്ങി തിരിഞ്ഞ് നിങ്ങൾ അതിലേക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. അത് നാച്ചുറലി സംഭവിക്കുക. അതിനായിട്ട് നിങ്ങളൊന്നും ചെയ്യാതിരിക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പോകേണ്ടതായിട്ടുള്ള കാര്യത്തിലേക്കാണ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇതൊരു ടൈം ആവുന്ന സമയത്ത് നിങ്ങളിലേക്ക് തന്നെ കണക്ട് ചെയ്യാനുള്ള നല്ല സാധ്യത ഉണ്ടാവുന്നുണ്ട്. എന്താണ് ഇതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ദ വെയിറ്റിംഗ് ഗെയിം ആൻഡ് ദ വിക്ടറി. ഓക്കെ, സോ ഈ ഒരു കാത്തിരിപ്പ് നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, കാത്തിരിപ്പ് നിങ്ങളൊരു സക്സസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷ് ഫുൾഫിൽമെന്റ് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഇത് നിങ്ങളുടെ ക്രഷോ ഓർ ഇത് നിങ്ങൾക്ക് അങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യണം തോന്നിയിട്ടുള്ള ചില ആളുകൾ ഉണ്ടായിരിക്കണം. അത് റിലേഷൻഷിപ്പ് ഒന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങൾക്ക് പരിചയപ്പെടണം, നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അവരായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആഗ്രഹിച്ചതിനെക്കാട്ടും ബെറ്റർ ആയിട്ട് ചില കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ എന്തെങ്കിലും പോസിബിലിറ്റി ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതെല്ലാം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലോയിൽ മാത്രം നിങ്ങൾ പോവാൻ ശ്രമിക്കാം. ഓക്കെ, കാരണം ഈ ഒരു ഇതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം അല്ലെങ്കിൽ
അത് കറങ്ങി തിരിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ കണക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. സോ ഇതൊരു എൻഡ് ആയിട്ടില്ല. നിങ്ങൾ മൂവ് ഓൺ ചെയ്താലും നിങ്ങൾ മാറി നിന്നാലും അതൊരു എൻഡ് ആവില്ല. ഓക്കെ, സോ ഒരു ടൈം അതിന് റിവീൽ ചെയ്യാനുള്ള ഒരു ടൈം നിങ്ങൾ കൊടുക്കുക. ഇപ്പം സിറ്റുവേഷൻ നിങ്ങളുടെ കൺട്രോളിലല്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, പേഷ്യൻസ് ഇത് അഗൈൻ ഒരു നിങ്ങൾക്കുള്ള ഒരു കൺഫർമേഷൻ ആണ്. കാരണം ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ വളരെ ഇൻവിസിബിൾ ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ചില കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഈ ഒരു സമയം നിങ്ങൾ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾ ലൈഫിൽ കണക്ട് ചെയ്തിട്ടുള്ളതല്ല അല്ലെ. സോ അത് വന്നിട്ടുണ്ടെങ്കിൽ അത് പോകേണ്ടതായിട്ടുള്ള ചില സമയം ഉണ്ടായിരിക്കണം, ആൻഡ് അത് വീണ്ടും വരാനുള്ള ഒരു സമയം ഉണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത്. ഈ ഒരു സമയത്ത് ചില ആളുകൾക്കുള്ള ഒരു മെസ്സേജ് നിങ്ങൾ അത് ഇമോഷണലി വിട്ട് കളയാന്നുള്ളതാണ്. ചിലത് വിട്ടിട്ട് അത് തിരിച്ചു വരാനുള്ള ഒരു ടൈം കൊടുക്കുക. ഇറ്റ്സ് ലൈക്ക് തിരമാലകള് കടലിന് കരയിലേക്ക് വരുന്നു, ആൻഡ് അതിന്റെ ഒരു ടൈം ആവുന്ന സമയത്ത് അത് അതിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അതാണ് അതിന്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്, അല്ലെ ഇതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നതും അതാണ്. ചിലത് ഈ ഒരു സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളും സംഭവിക്കുന്നത് അങ്ങനെയാണ്. ചില കാര്യങ്ങൾ വന്നു പോവേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ചിലത് നിങ്ങളുടെ ലൈഫിൽ ഒരു ചാപ്റ്റർ ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ഒരു പേർപ്പസ് ആയിരുന്നു. എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതും അതാണ്. ഓക്കെ, സോ ചിലത് നിങ്ങൾക്ക് വേണ്ട ടൈമിൽ ഇത് നിങ്ങൾ വീണ്ടും റീകണക്ട് ചെയ്യും. ഓക്കെ, അത് രണ്ട് സിറ്റുവേഷനും അലൈൻഡ് ആവുന്ന സമയത്ത്. സോ പ്രോബബ്ലി നിങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്ന സിറ്റുവേഷൻ ആളുകൾ ഈ ഒരു സമയത്ത് അതുപോലെ അലൈൻഡ് ആവാൻ അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ ആ ഒരു സമയത്ത് നിങ്ങൾ അത് അലൈൻഡ് ആവുന്നത് വരെ അവിടെ കാത്തു നിൽക്കല്ല വേണ്ടത്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ പോവാ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ചിലത് ഇമോഷണലി വിഡ്രോ ചെയ്യാന്നുള്ളതാണ്, ചിലത് ലെറ്റ് ഗോ ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. മേ ബി ആ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് മേ ബി നിങ്ങൾ പ്രിപ്പയർഡ് ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ രണ്ട് കാര്യങ്ങളും അലൈൻഡ് ആയിട്ട് വരുന്ന സമയത്താണ്, രണ്ട് കാര്യങ്ങളും ഒരേ ലെവലിൽ കണക്ട് ചെയ്യുന്ന സമയത്താണ് ഇത് വീണ്ടും റീകണക്ട് ചെയ്യാം. ഓക്കെ, സോ അതിനൊരു ഡിവൈൻ ടൈം ഉണ്ടായിരിക്കണം, അതിനൊരു ഡിവൈൻ പ്ലാനിങ് ഉണ്ടായിട്ടുണ്ട്, ആൻഡ് അതാണ് നിങ്ങൾക്ക് ഒരു ടൈം, ഒരു വെയിറ്റിംഗ് ടൈം നിങ്ങൾക്ക് കാണുന്നത്. ഓക്കെ, ഒരു ഡെസ്റ്റിനി നിങ്ങൾക്ക് അതിൽ കാണുന്നത്. പക്ഷേ ഇത് നിങ്ങൾക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ, അല്ലെങ്കിൽ വളരെ ഫുൾഫിൽഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തരുന്ന കാര്യങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ വളരെ സന്തോഷമുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് നിങ്ങൾക്ക് ഇതെന്ന് ഉണ്ടായിരിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചലഞ്ച് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഓക്കെ, അവിടെ റീകണക്ട് ചെയ്യുന്നുണ്ട്, അവിടെ വിഷ് ഫുൾഫിൽമെന്റ് ഉണ്ടാവുന്നുണ്ട്, അവിടെ ഒരു ജെന്യൂൻ പ്ലഷർ ഉണ്ടാവുന്നുണ്ട്, മനസ്സിന് ശരീരത്തിനൊക്കെ ഒരുപാട് ഇമോഷണലി വരുന്ന സമയത്ത് ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങൾ റീകണക്ട് ചെയ്യുന്നുണ്ട്, ആൻഡ് ഇമോഷണലി ഒരുപാട് ബാലൻസ്ഡ് ആവും. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ അത് എങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളതല്ല, അത് ഈവൻ ചില ആളുകൾക്ക് നിങ്ങളുടെ ജോബ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളൊരു ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒക്കെ അത് വേറെ ആൾ ചൂസ് ചെയ്തല്ലോ, വേറെ ആളുകളെ സെലക്ട് ചെയ്തല്ലോ, മേ ബി നിങ്ങളുടെ ഒരു പ്രൊമോഷൻ ആയിരിക്കാം, മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം, നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും, നിങ്ങളത് ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കണം, ബട്ട് ലാസ്റ്റ് മൊമെന്റിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ് നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ കണക്ട് ചെയ്തിട്ടുള്ളത്, എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ കണക്ട് ആയിട്ട് നിൽക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എന്തിലാണോ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത്, അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം ഉണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളല്ല അത് ആ ഒരു കാര്യം ഡീൽ ചെയ്യേണ്ടത്, അത് ഈവൻ ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും. ഓക്കെ, ചില സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള പാത്ത് ഉണ്ട്, അവർ ഡീൽ ചെയ്യേണ്ടതായിട്ടുള്ള ആളുകളുണ്ട്, അവർ ഡീൽ ചെയ്യേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ട് അല്ലെ. സോ അതിന്റെ ഭാഗം മേ ബി ആ ഒരു സമയത്ത് നമ്മൾ അതിന്റെ ഒരു ഭാഗം ആയിക്കൊള്ളണമെന്നില്ല. സോ നമുക്ക് അവിടെ നമ്മളെ കൊണ്ട് ഫിക്സ് ചെയ്യാനും പറ്റില്ല. അത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന സമയത്ത് ഈ ഒരു ജേർണി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നും. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യാ, മൂവ് ഓൺ ചെയ്യാ എന്നുള്ളതല്ല, ആ ഒരു ഫ്ലോ എന്താണോ അതിൽ കൂടെ നിങ്ങൾ പോവാ. ആ ഒരു സിറ്റുവേഷൻ നിങ്ങളടുത്ത് ഡിമാൻഡ് ചെയ്യുന്നത് നിങ്ങൾ ആ ഒരു സിറ്റുവേഷന് മാറി നിൽക്കുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുക, അതിൽ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കാന്നുള്ളത്, അതിൽ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് എടുക്കേണ്ട സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാം നിങ്ങൾ പോകുന്ന സിറ്റുവേഷൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ അറിയാം. ഇത് നല്ല രീതിയിൽ നിങ്ങൾ അത് കണക്ട് ചെയ്യാം. ഓക്കെ, സോ അതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 നൗ. Hey, group number 2, should wait or move on from the situation. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യണോ, മൂവ് ഓൺ ചെയ്യണോ എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. നിങ്ങൾക്കുള്ള മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് പുറത്തേക്ക് വരിക, അൺലോക്ഡ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷന് പുറത്തേക്ക് വരാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. ഇറ്റ്സ് എ കീ അല്ലെ. സോ എന്തൊരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരണം, അല്ലെങ്കിൽ അൺലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, റിയലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം ഈ ഒരു സാഹചര്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യണോ, മൂവ് ഓൺ ചെയ്യണോ എന്നുള്ളത് നോക്കാം. നിങ്ങൾ നിങ്ങളുടെ സാഹചര്യം ഒന്ന് മനസ്സിലാലോചിക്കാം, എന്ത് കൈൻഡ് ഓഫ് സിറ്റുവേഷനിൽ കൂടിയാണോ പോകുന്നത്. ഷുഡ് വെയിറ്റ് ഓർ മൂവ് ഓൺ ഫ്രം ദിസ് സിറ്റുവേഷൻ.
നിങ്ങൾ ചില കാര്യങ്ങൾ ഇതിൽ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് കുറച്ച് കമ്മിറ്റ്മെന്റ് കാണിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ടൈം, എനർജി, എഫേർട്സ് ഒക്കെ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ചില കാര്യങ്ങള്, മാറ്റങ്ങള് ഡെഫിനറ്റ്ലി ഇത് ഒരു ട്രാൻസ്ഫോംഡ് ആവേണ്ട ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. അത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും വേറെ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ചില ആളുകൾക്ക് നിങ്ങൾ എവിടെന്നെങ്കിലൊക്കെ മാറി നിൽക്കേണ്ടതായിരിക്കാം. ഓക്കെ, സോ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി വരേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ സാഹചര്യം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു ചേഞ്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു സിറ്റുവേഷനിൽ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട്, വളരെ ഡിസ്കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഈ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, കുറച്ചൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളെ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്ന പ്ലേസിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഓർ നിങ്ങൾക്ക് അവിടെ നിൽക്കാനുള്ള ഒരു സ്പേസ് ഇല്ല എന്നുള്ളത് അറിയാം അല്ലെ. നിങ്ങൾ എപ്പോ വേണമെന്നുണ്ടെങ്കിലും അവിടുന്ന് വീണ് പോവാം എന്നുള്ളൊരു പ്ലേസിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അത് ഈവൻ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ആളുകളാണെന്നുണ്ടെങ്കിലും അതിന്ന് പുറത്തേക്ക് വരാനുള്ള കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കാം. സോ ഇത് മോസ്റ്റ്ലി ചില ആളുകൾക്ക് നിങ്ങളത് ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണോ, അത് മൂവ് ഓൺ ചെയ്യണോ എന്നുള്ളത്. ഓക്കെ, കാരണം ഇവിടെ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾക്ക് വളരാൻ സാധിക്കുന്നുണ്ടാവില്ല. ചില കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവാൻ, നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് എൻഗേജ്ഡ് ആവാനുള്ള ഒരു പ്ലേസ് അല്ല, അല്ലെങ്കിൽ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിക്കൊള്ളണമെന്നില്ല. എസ്പെഷ്യലി നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റോ ഒരു ഗ്രോത്തോ ഒരു മാറ്റങ്ങളോ ഇല്ലാത്തൊരു കാര്യത്തിലായിരിക്കാം നിങ്ങൾ ചാൻസസ് നോക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾക്ക് ഇതൊരു ക്ലിയർ സൈൻ ആണ് നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ എക്സാക്ട്ലി. ഓക്കെ, നിങ്ങളിത് വളരെ നല്ല രീതിയിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നെന്ന് വെച്ചാൽ ഈ ഒരു സാഹചര്യത്തില് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലുള്ള കാര്യത്തിലേക്കും കൂടെ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിൽ സംഭവിക്കുന്ന കാര്യത്തിലേക്കും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, അവിടെ ഒരു വെയിറ്റ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നുന്ന ചില ലൈഫ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, പക്ഷെ നിങ്ങൾക്കൊരു ചില കാത്തിരിപ്പ് ഉണ്ടാവുന്നുണ്ട്. ഈവൻ അത് നിങ്ങളുടെ ഒരു വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും കാരണം നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്നുണ്ട്. അത് ഈവൻ നിങ്ങളുടെ ജോബോ റിലേഷൻഷിപ്പോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള പ്ലേസിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഡിഫറെന്റ് ആയിട്ട് കൂടെ നോക്കുന്നത് നല്ലതാണ്. നിങ്ങൾ കുറച്ചുകൂടെ ഓപ്പൺ ചെയ്യുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾക്ക് ഓപ്പൺ ആക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നുണ്ടായിരിക്കാം, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സോഴ്സ് നിന്നായിരിക്കാം അല്ലെ. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നായിരിക്കാം നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലൈഫിൽ വേണമെന്ന് തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, വളരെ ലോക്ക് ചെയ്ത പ്ലേസും ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത ചില ബ്ലെസ്സിങ്സ് അവിടെ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. അത് ഈവൻ ചില ആളുകൾക്ക് അത് റിലേഷൻഷിപ്പിലായിരുന്നു, നിങ്ങൾ ഇതുവരെ തുറക്കാത്ത ചില വാതിൽ നിന്നായിരിക്കാം നിങ്ങൾക്കൊരു റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് തോന്നാണ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ ലൈഫിൽ വേണ്ടത്. പക്ഷെ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒട്ടും സന്തോഷം ഇല്ലാത്തൊരു കാര്യങ്ങളായിരിക്കാം പലപ്പോഴും നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അത് പ്രോബബ്ലി സ്റ്റിൽ നിങ്ങൾ അവിടെ തന്നെ സ്ട്രക്ക് ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ലോക്ക് ആയിട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അൺലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്തു വരുന്നേ ഉണ്ടാവുള്ളൂ. സോ ഒരു സാഹചര്യത്തിനോടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്കൊരു ഇമോഷണലി ഒരു ബ്ലോക്കേജ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ലൈഫിൽ വരുന്ന ബ്ലെസ്സിങ്സ് അത് കണക്ട് ചെയ്യാതെ പോകരുത്. എവിടെയാണോ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഈ ഒരു സമയത്ത് തോന്നുന്നത് അതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ഒരു സമയത്ത് നിങ്ങൾ നോക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു സമയത്ത് ചില അനക്കങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ ഗ്രോത്ത് ഉള്ള പ്ലേസിലേക്കാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. റിലീസ് ചെയ്യണം. എസ്പെഷ്യലി റിലേഷൻഷിപ്പിലൊക്കെ ഡീൽ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോള് റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കണക്ഷൻസിന്റെ പേരിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം. യു ഹാവ് ദി കീ, ഗ്രൂപ്പ് നമ്പർ 2 അത് തുറന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓടുക, ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ ഓടുക. ഓക്കെ, സോ ചില കാര്യങ്ങളിലേക്ക് ഡീപ്പായിട്ട് പോവാത്തതാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സോള് നിങ്ങൾ റിലീസ് ചെയ്യണം. അത് ആളുകളിൽ നിന്നായിരിക്കാം, സിറ്റുവേഷൻ ആയിരിക്കാം, പ്ലേസ് നിന്നായിരിക്കാം.
നിങ്ങളുടെ സ്ട്രെങ്ത് അൺലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതും നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് ഈഗർലി വെയിറ്റ് ചെയ്യുന്നതും നിങ്ങൾ ഈ ഒരു താക്കോലെടുത്ത് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ സോള് ഫ്രീ ആക്കി വിടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കാരണം ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യത്തിലേക്ക് നിങ്ങൾക്ക് പറക്കാൻ സാധിക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അൺലോക്ഡ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾ ഒരിക്കലും ഡൗട്ട് ചെയ്യരുത്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് കിട്ടിയതാണ് ഏറ്റവും ബെസ്റ്റ്, അതിനെക്കാട്ടി ഇനി വേറെ ഒന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ വിചാരിക്കരുത്. ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് അതിനെക്കാട്ടും വലുതെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്യാൻ ഉള്ളത് കൊണ്ടായിരിക്കാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2 ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ വെയിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യണോ, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? പ്രോബബ്ലി നിങ്ങൾ ഡീൽ ചെയ്യുന്ന സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ സോൾ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ നിങ്ങൾ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ചില ആളുകൾക്ക് നിങ്ങൾ പോയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് മാറണോ, അത് മേ ബി ലൈക്ക് നിങ്ങളുടെ ഒരു മാരിറ്റൽ പാർട്ട്ണർ ആയിരിക്കാം, ഹസ്ബൻഡ് ഓർ വൈഫ് സിറ്റുവേഷൻ ഓർ റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾക്കറിയാം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു കൺക്ലൂഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം, അല്ലെ? ഓൾറെഡി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. നിങ്ങൾക്കറിയാം അവിടെ നിങ്ങൾ മാറി തന്നെയാണ് നിൽക്കേണ്ടത് എന്നുള്ളത്. പക്ഷെ പലപ്പോഴും ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കാരണമായിരിക്കും നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എന്താണോ, അതോ റിലേഷൻഷിപ്പോ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഡീൽ ചെയ്യുന്നത് നിങ്ങൾ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സോൾ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു ജേർണിയിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതൊരു വിഷമായിട്ടോ ഇതൊരു ലൈഫിലൊരു ട്രാജഡി ആയിട്ടോ ഒരു വലിയൊരു കാത്തിരിപ്പായിട്ടോ ഒന്നും എടുക്കേണ്ട ഒരു കാര്യമല്ല. ഓക്കെ, ഇത് മേ ബി പ്രോബബ്ലി നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു പേർപ്പസ് ആയിരിക്കാം. ഓക്കെ, പക്ഷെ അതിൽ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കരുത്, അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സ്റ്റിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് പുതിയ ഡോറിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഇതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്കും കൂടി നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. സോ ആദ്യം നിങ്ങൾ നോക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ചില കാര്യത്തിനോട് അറ്റാച്ച്മെന്റ് ഉണ്ട്, നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ നോക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾക്കുള്ള അവസരങ്ങൾ എന്താന്നുള്ളത് നോക്കുക. ഓക്കെ, ആൻഡ് സ്റ്റിൽ ആ ഒരു അവസരങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും ഇത് തന്നെയാണ് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നതെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പുതിയ അവസരത്തിലേക്ക് വരാനോ നിങ്ങളുടെ സോള് പോകേണ്ടതായിട്ടുള്ള ഒരു ജേർണിയിലേക്ക് വരാനോ നിങ്ങൾക്കൊരു ഫ്രീഡം കൊടുക്കണം. ഓക്കെ, നിങ്ങളുടെ ചിന്തകൾക്ക് ഫ്രീഡം കൊടുക്കണം. ഒരാളിൽ തന്നെ സ്റ്റക്കായി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ തന്നെ സ്റ്റക്കായിട്ട് നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾ ലിമിറ്റ് ചെയ്യരുത്. നിങ്ങളുടെ ഹാർട്ട് ചക്ര നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സിൽ ഒരുപാട് അവേക്കൻ ആവുന്നുണ്ട്, നിങ്ങൾക്കത് വളരെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ സ്പിരിച്വലി ഒരുപാട് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെ? അത് ആളുകളാണെന്നുണ്ടെങ്കിലും സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും. മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാര്യം എങ്ങനെയെങ്കിലും നിങ്ങൾ ഫിക്സ് ചെയ്യുക, അതിലല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കുള്ള ഒരു താക്കോലായിരുന്നു. ഓക്കെ, കാരണം ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ വന്നാലേ നിങ്ങൾ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുള്ളായിരുന്നു, നിങ്ങളുടെ സോൾ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുള്ളായിരുന്നു, നിങ്ങൾക്ക് പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ, നിങ്ങളുടെ സോളിന് ഒരുപാട് അവേക്കൻ ആക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ വന്നാലേ അത് സംഭവിക്കുള്ളായിരുന്നു. ഓക്കെ, സോ എന്തുകൊണ്ട് ഈ കാര്യം വന്നു, ഇത് റൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ എന്തിന് ഞാൻ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു എന്നല്ല നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇത് നിങ്ങളുടെ ആ ഒരു വഴിയായിരുന്നു, ഇത് നിങ്ങളുടെ ഒരു പാത്തായിരുന്നു, നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ ജേർണിയിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. ഇത് നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു മിസ്റ്റേക്സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനോ ഇതൊന്നും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഡീപ്പർ ലെവലില് മനസ്സിലാക്കാനും നിങ്ങളെ ഒന്ന് ഉണർത്താനും നിങ്ങളുടെ ഹൃദയം ഒന്ന് ഓപ്പൺ ആക്കാനും നിങ്ങള് കുറച്ചുകൂടെ ഓപ്പൺ ആക്കാനും പുതിയ കാര്യത്തിലേക്ക് കൊണ്ടുവരാനും ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ലൈഫിനോട് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കൊണ്ടുവരാൻ, എക്സാക്ട്ലി പുതിയൊരു അവയർനെസ് കൊണ്ടുവരാൻ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു റിലേഷൻഷിപ്പ് ഓർ ഈ ഒരു സാഹചര്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പിന്നെ അവിടെ തന്നെ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കരുത്. ഇത് നിങ്ങളുടെ ഒരു വഴി മാത്രമാണ്. ഓക്കെ, ആൻഡ് ആ വഴിയല്ല നിങ്ങളൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇനിയും നിങ്ങൾ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്തൊക്കെയോ വഴിയിൽ കണ്ട കാഴ്ചകൾ കണ്ട് നിങ്ങൾ അവിടെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്. അത് റിലേഷൻഷിപ്പോ കണക്ഷനോ സോൾമേറ്റ് ഫെൻ ഫ്ലെയിം എന്ത് കണക്ഷനോ നിങ്ങൾ പറഞ്ഞു നിൽക്കുന്നത്, നിങ്ങൾ അവിടെ സ്റ്റക്കാണ്, നിങ്ങൾ ആ ഒരു കാഴ്ചയിൽ സ്റ്റക്കാണ്. പക്ഷെ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ തീർന്നിട്ടില്ല, നിങ്ങൾ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അത് മുന്നോട്ട് വരാനുള്ള താക്കോലും ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്, അത് നിങ്ങൾ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, എക്സാക്ട്ലി. സോ ഇത് നിങ്ങൾ ഡീപ്പായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന കണക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ ചില പ്ലേസിൽ നിങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ട ഒരു ഗൈഡൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങൾക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സജഷൻ നിങ്ങൾ സ്വയം കൊടുക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങളെ കൺവിൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. സോ പ്രോബബ്ലി ഗ്രൂപ്പ് നമ്പർ 2 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഗ്രോത്ത് ഇല്ലാത്തൊരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യുക. കാരണം ഇത് നിങ്ങളുടെ ഒരു പേർപ്പസ്, നിങ്ങളുടെ ഒരു ചലഞ്ച് ഓർ നിങ്ങളുടെ ഒരു ലെസൺ ആയിരിക്കാം. ഓക്കെ, ആൻഡ് അതിന് വളരെ നല്ല എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾക്കും ഒരു വിധേയമാക്കിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ് ഗ്രൂപ്പ് നമ്പർ 2. ഇതൊരു വിഷമായിട്ടേ എടുക്കേണ്ട ഒരു കാര്യമല്ല. നല്ലതാക്കി എടുക്കുക. വിഷമായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ ഒരു ഭാഗമായിട്ട് മാത്രം എടുത്ത് മാറ്റിവെച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കുക. ചില ആളുകൾക്കുള്ള ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ ഫ്രീഡം ഉണ്ട്. ചില ആളുകൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് ഫ്രീഡം ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീഡത്തോട് കൂടിയിട്ട് ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല. നിങ്ങൾക്ക് നടക്കാനും നിങ്ങൾക്ക് ചിന്തിക്കാനും ഒക്കെ ഉള്ള നിങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള എല്ലാ ഫ്രീഡവും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് ഹെൽത്തി ആയിട്ട് ചില കാര്യങ്ങൾ ഹെൽത്തി ആയിട്ട് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക, മൂവ് ഓൺ ചെയ്യുക. ആൻഡ് നിങ്ങൾ പുതിയ എക്സ്പീരിയൻസിലേക്ക് വരിക. പുതിയ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത്, പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ അലോ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്, ഒരു സെൽഫ് ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, നിങ്ങളുടെ സോളിന് സംഭവിക്കുന്നത്. നിങ്ങളുടെ സോൾ ഒരുപാട് എക്സ്പാൻഡ് ആവുന്നുണ്ട് അവിടെ. ഓക്കെ, ഇത് നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ട് എടുക്കേണ്ട ഒരു റീഡിംഗ് ആണ് ഗ്രൂപ്പ് നമ്പർ 2. Hope you like this reading. Let's move to group number 3 now. Hey, group number 3 should wait or move on from the situation. നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ വെയിറ്റ് ചെയ്യണോ, മൂവ് ഓൺ ചെയ്യണോ എന്നുള്ളത് നോക്കാം. ഇത് പ്രോബബ്ലി നിങ്ങൾക്കുള്ളൊരു പ്ലസന്റ് ആയിട്ടുള്ള കാര്യമാണ്, കൈൻഡ് ഓഫ് ഒരു ഗ്രീൻ സിഗ്നൽ ഒക്കെ പോലെ. പക്ഷെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നിങ്ങളത് വെയിറ്റ് ചെയ്യണോ, മൂവ് ഓൺ ചെയ്യണോ, നിങ്ങൾ പോകുന്ന സിറ്റുവേഷൻ ഒന്ന് മനസ്സിൽ ഓർത്തെടുക്കുക. എന്താണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യണോ എന്ന് ആഗ്രഹിക്കുന്നത്? ആ ഒരു അവസ്ഥ, ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ഫീലിങ്സ് നിങ്ങളൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം. എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? ഷുഡ് വെയിറ്റ് ഓർ മൂവ് ഓൺ? ഓൾറൈറ്റ്, ഓക്കെ. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതൽ ക്ലാരിറ്റി, കുറച്ചുകൂടി ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ, നിങ്ങൾ എന്താണോ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ ലൈഫിൽ വേണമെന്ന് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് മനസ്സിൽ വിചാരിച്ചുള്ളത്, അതിനെ പറ്റിയിട്ടുള്ളൊരു കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരിക്കണം. നിങ്ങൾക്ക് എക്സാക്ട്ലി എന്താണ് വേണ്ടത് എന്നുള്ളത്. സോ ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് അവിടെ വലിയ മാറ്റങ്ങളൊന്നും ഈ ഒരു സമയത്ത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ചില ക്ലാരിറ്റി, ഓക്കെ ഇതാണ് എനിക്ക് വേണ്ടത്, ഇതിലേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള ചില ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. Group number 3 should wait or move on from the situation. So wait. All right. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു മൂമെന്റ്സ് ഈ ഒരു സമയത്തോ അല്ലെങ്കിൽ കുറച്ചായിട്ട് തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിലും പെട്ടെന്ന് ചില മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ യാത്ര റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ യാത്ര, എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യുന്നതോ ഓർ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നതോ എന്തെങ്കിലും കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺവെർസേഷന് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്രൂവൽ കോൺവെർസേഷൻ ഒക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ലൈക്ക് ചില ആളുകൾ വളരെ സ്റ്റബേൺ ആയിട്ട് അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, അതിന് ചില കാര്യങ്ങൾ നിങ്ങൾ ഒരു ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം, നിങ്ങൾ വിട്ടുകൊടുക്കുന്നുണ്ടാവില്ല, നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കണം, അല്ലെ? സോ ചില കാര്യങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലും അപ്രൂവൽ കോൺവെർസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഒരു ക്ലാരിറ്റി, സ്പെഷ്യലി എന്തെങ്കിലും അപ്രൂവൽ നിങ്ങൾ ആരുടെങ്കിലും, നിങ്ങളുടെ പാരന്റ്സിന്റെയോ നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളതോ ചില ആളുകളുടെ അപ്രൂവൽ കൺഫർമേഷൻ ഒക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ്, അതിനു വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചില പോസിറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി തരുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ. ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചില ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്, കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ എൻഗേജ്ഡ് ആവാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് വിഷ് ഫുൾഫിൽമെന്റ് അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഫൈനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ, ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ, നിങ്ങളുടെ പാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ, ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ, കോമ്പറ്റേറ്റീവ് എക്സാംസ് അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പറ്റീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഷുഡ് വെയിറ്റ് ഓർ മൂവ് ഓൺ, യു ഷുഡ് വെയിറ്റ് ഫോർ ദിസ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കുറച്ച് വർത്ത് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങൾ ഒന്നും ചെയ്യാണ്ട ഒരു കാര്യത്തിന് വേണ്ടി അതിന് മാത്രമായിട്ട് ജീവിച്ചു പോവാന്നുള്ളതല്ല. ഓക്കെ, നിങ്ങൾക്കറിയാം ചില ആളുകൾക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ഉണ്ട്, ഇതിൽ
ഇതിന് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത്. ഓക്കെ, എനിക്ക് എന്നാ ഇത് നിങ്ങൾക്കുള്ളൊരു ഗ്രീൻ സിഗ്നൽ ആണ്, ഇത് നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷൻ ആണ്. എസ്പെഷ്യലി ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ഒരുപാട് പ്രോസ്പെരിറ്റി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ജോബ് റിലേറ്റഡോ ഓർ മൈഗ്രേഷൻ പോലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഈവൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് സന്തോഷമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ഒരു രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് വേറെ പ്ലേസിലേക്ക് പോകാനുള്ള ഒരു അപ്രൂവൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, യാത്ര റിലേറ്റഡ് ആയിട്ടുള്ള അപ്രൂവൽ ഒക്കെ വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ തന്നെ ഉണ്ടാവുന്നുണ്ട്. ഫാമിലി റീകണക്ഷൻ, നിങ്ങൾ മാരിറ്റൽ പാർട്ട്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ഹസ്ബൻഡ് വൈഫ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഒരു പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾ എന്താണോ അത്, ഈവൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഓക്കെ, സോ അതിന് നിങ്ങൾ രണ്ടാലോ, അതായത് നിങ്ങൾ രണ്ട് പാർട്ട്നേഴ്സ് വെയിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ അത് വിട്ട് കളഞ്ഞു പോകണോ, വേറെ എന്തെങ്കിലും നോക്കണോ എന്നുള്ളതാണെന്നുണ്ടെങ്കിലും, നിങ്ങൾ ഒരുമിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുക. എസ്പെഷ്യലി പാർട്ട്ണർഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ പ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ കൺഫർമേഷൻ ആണ് നിങ്ങൾ കേൾക്കേണ്ടത്. Should wait or move on? Okay, ഇത് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ സെൽഫ് എസ്റ്റീം ഒക്കെ കൂട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫ് സ്റ്റാൻഡേർഡ്, സെൽഫ് റെസ്പെക്ട്, സെൽഫ് എസ്റ്റീം ഒക്കെ കൂടുതൽ കൂട്ടാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഒരു ബെറ്റർ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗമാവേണ്ട ഒരു കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ അഭിമാന പ്രശ്നം കൂടി ആയിരിക്കാം ചില ആളുകൾക്ക് ഇത്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സോ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ അതിൽ ചെയ്യാം. ഇത് അത്ര ഒരു ആഗ്രഹമുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഈവൻ നിങ്ങൾക്ക് വലിയൊരു ഹോപ്പ് ഈ ഒരു സമയത്ത് ഈ ഒരു കാര്യത്തിൽ ഇല്ല എന്നുണ്ടെങ്കിലും, ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഒരു രീതിയിലും ഒരു കോൺവെർസേഷൻ പോസിബിൾ അല്ല, അല്ലെങ്കിൽ ഒരു രീതിയിലും ഒരു അപ്രൂവൽ ഇതിൽ പോസിബിൾ അല്ല, ഒരു രീതിയിൽ നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു രീതിയിൽ നിങ്ങളുടെ വീട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ വീട്, ഫാമിലി, ആ ഒരു പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾ തുടങ്ങുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അത് ഒരു രീതിയിലും അപ്രൂവ് ആവില്ല, അല്ലെങ്കിൽ ഇത്ര സമയത്തിൽ നിങ്ങൾക്ക് അത് ശരിയാവില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പോസിബിലിറ്റി വളരെ നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ വീടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ ഇത് എന്താണോ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത്, അത് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹവും ഒരുപാട് ഓർമ്മകളും സമ്മാനിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ എസ്പെഷ്യലി ലൈക്ക് ഒരു പാർട്ട്ണർഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ്, റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി പാർട്ട്ണർഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് ഒരു മ്യൂച്വൽ അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്, മ്യൂച്വൽ റെസ്പെക്ട്, മ്യൂച്വലി കണക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വെയിറ്റ് ഫോർ ഇറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു റെക്കഗ്നേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങളെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഇത് ഇങ്ങനെ വരുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ചില കൺഫ്യൂഷൻസ് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ ഉള്ളൊരു പോസിബിലിറ്റി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഈവൻ ചില കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിലായിരിക്കും പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ, നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇന്നർ ചാലഞ്ച് ആക്ച്വലി ചില ആളുകൾ നിങ്ങൾ നല്ല രീതിയിൽ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങളെ കൊണ്ട് അത് സാധിക്കോ, നിങ്ങൾ അത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അതിന് ബെറ്റർ ആണോ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വാല്യൂ കൂടുതൽ കണക്ട് ചെയ്യാം, നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത് നല്ലതാണ്. ഈ ഒരു കാര്യം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ചില ആളുകൾ ഈ ഒരു സമയത്ത് അതിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ ഷോക്കേസ് ചെയ്യേണ്ട ഒരു ടൈമാണ്. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡിലേക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ജോബ്, ഈ ഒരു കമ്പനിയിലേക്ക് ഞാൻ വരണം, ഈ ഒരു പാഷനാണ് ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു ജോബിലേക്ക് വരാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കമ്പനിയിലേക്ക് വരാൻ പേഴ്സണലി നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ വരണം. അത് മേ ബി നിങ്ങൾ പുതിയ ലാംഗ്വേജ് പഠിക്കുന്നതായിരിക്കാം, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കാം, നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് കുറെ ഷാർപ്പൻ ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾ അതുപോലത്തെ കാര്യത്തിൽ കൂടുതൽ എൻഗേജ്ഡ് ആവുന്നതായിരിക്കാം, നിങ്ങളുടെ ഒരു അപ്പിയറൻസിൽ നിങ്ങൾ വരുത്തുന്ന മാറ്റങ്ങളായിരിക്കാം. ആൻഡ് ചില ആളുകൾ നിങ്ങൾ റിലേഷൻഷിപ്പിലാണ് ചില മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ചില കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റീകണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കാത്ത ചില രീതിയിലാണ് സിറ്റുവേഷൻ പോകുന്നതെങ്കിൽ നിങ്ങളൊരു അട്രാക്ഷൻ നിങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. നിങ്ങൾ വളരെ ചേസ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആവുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ക്വാളിറ്റി നിങ്ങൾ എവിടെയും എക്സ്പോസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ റൈറ്റ് ആയിട്ട് നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആസ് എൻ ഇൻഡിവിജ്വൽ
അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും, നിങ്ങളെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് സന്തോഷം, നിങ്ങൾക്ക് സ്വയം റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും, അതിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം ഗ്രൂപ്പ് നമ്പർ 3 ഇത് നിങ്ങൾക്ക് ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നത് വർത്ത് ആണ്. ഓക്കെ, നിങ്ങൾക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. ഓക്കെ, ഇത് മേ ബി ലൈക്ക് ഇത് നിങ്ങൾക്കുള്ള ഒരു വലിയൊരു ആഗ്രഹമായിരിക്കാം, നിങ്ങളുടെ കാര്യമായിരിക്കാം, നിങ്ങളുടെ ഒരു ഇഷ്ടമായിരിക്കാം ഇത്. ഓക്കെ, നിങ്ങൾ അത്ര ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഡെഫിനറ്റ്ലി അതിനുള്ള ഒരു പോസിബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ, എസ്പെഷ്യലി നിങ്ങൾ സെൽഫായിട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇത് പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു പോസിബിലിറ്റി തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് ഇൻസ്റ്റന്റ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ പെട്ടെന്നായിരിക്കാം ചില കാര്യങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫേവർ ആയിട്ട് സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൽ ഒരുപാട് അറ്റൻഷനോ അല്ലെങ്കിൽ ഒരുപാട് ഇത് വലിയൊരു സീരിയസ് ആയിട്ട് ഈ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യാതിരിക്കുക. സോ നമ്മൾ എത്രമാത്രം ഒരു പ്രശ്നം സീരിയസ് ആക്കി എടുക്കുന്നു അത്രമാത്രം ഡിഫിക്കൽട്ട് ആയിരിക്കും നമുക്ക് ആ ഒരു കാര്യം സോൾവ് ചെയ്യാൻ. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. എൻഗേജ്ഡ് ആയിട്ട് വരിക, എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുക. സോ നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യാൻ സാധിക്കോ, വീണ്ടും കാണാൻ സാധിക്കോ, വീണ്ടും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കോ, വീണ്ടും നിങ്ങളുടെ ഒരു ഫിസിക്കാലിറ്റിയിൽ അത് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കോ, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കോ, നിങ്ങൾക്ക് പാസ് ആവാൻ സാധിക്കോ. മേ ബി എക്സാം ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ ഇന്റർവ്യൂസ് ആയിരിക്കാം, ചില ആളുകളുടെ മനസ്സിൽ സ്ഥാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇറ്റ്സ് ഓൾ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിലേക്കൊക്കെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു സെൽഫ് സ്റ്റാൻഡേർഡ് കൂട്ടുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് ചില മാറ്റങ്ങൾ ഇതിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് മെയിൻലി ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വളരെ ഡീപ്പായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ആഗ്രഹമാണ്. ഓക്കെ, സോ അതിൻ്റെതായിട്ടുള്ള ഒരു തീവ്രമായിട്ടുള്ള ഒരു സ്പീഡ് ഉണ്ടാവും, അത്ര ഒരു പവർ ഉണ്ടാവും. ഓക്കെ, സോ അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് വിട്ട് കളയാൻ പറ്റാത്തത്. നിങ്ങൾക്ക് ആ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ശ്രമം, ഇന്റൻഷൻ ആ ഒരു കാര്യത്തിൽ വരുന്നത്. അതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ്.